ഹേ ഹായ് ഇന്നുള്ളത് മാട്ടൂലുള്ള പെറ്റ് സ്റ്റേഷനിലാണ് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ പോയിട്ടുള്ള ഫുൾ വീഡിയോ വേറെ തന്നെ ഇടാന്നുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് കുടുംബക്കാരൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഈ ഒരു കൂപ്പൺ കിട്ടും. ഇത് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിയിട്ട് പെറ്റ്സിൻ്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഒരു സാധനം സൂക്ഷിച്ച് വെക്കണം, കളയരുത്. അങ്ങനെ നമ്മൾ നേരെ അകത്തോട്ട് കയറി. പുറത്ത് വലിയൊരു ആനയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനൊന്നും ഞാൻ മൈൻഡ് പോലും ചെയ്യാണ്ടാണ് അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ കയറുന്നതിൻ്റെ അന്ന് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ സൈഡൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അകത്ത് കയറുമ്പോൾ തന്നെ കണ്ടത് ഈ ഒരു ജീവിയാണ്. അതിൻ്റെ പേരെനിക്കറിയില്ല, ഞാൻ വായിക്കാനും മറന്നുപോയി. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു തേള ഒളിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട് ആ കല്ലിൻ്റെ ഉള്ളിലുള്ളത്. അത് കഴിഞ്ഞ് താഴെ നോക്കുമ്പോൾ ഉണ്ട് ഒരു എട്ടുകാലി, ഏതോ എട്ടുകാലിയാണ്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ആരാപ്പായ്മയെ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഫിഷ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ വായിക്കാനൊന്നും നേരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടില്ല. പിന്നെ അടുത്ത് വന്നൊരു കാട്ടുപൂച്ച, പിന്നെ കുറച്ച് കൂടുതൽ പക്ഷികളുടെ ഏരിയയാണ് ആ ഒരു സൈഡ് മുഴുവനായിട്ടുള്ളത്. ഞാൻ പോകുമ്പോൾ ഒരു പക്ഷി ഇരുന്ന് ഇങ്ങനെ എന്തോ കൊത്തി കഴിക്കുന്നുണ്ടായിരുന്നു. പ്രാവല്ല കേട്ടോ, അത് തത്തയുടെ വർഗ്ഗത്തിൽപ്പെട്ട എന്തോ സാധനമാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് താറാവ് ഉണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ. ഞാൻ പിന്നെയും ക്യാമറ എടുത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ പഞ്ചവർണ്ണ തത്ത അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സെക്ഷൻ മൊത്തം പക്ഷികളുടെ ഒരു ഭാഗമാണ്. കയറി പോകുമ്പോൾ ഒരു സൈഡിൽ ഇതെന്താ സാധനം, നീല കളറിലുള്ള എന്തോ ഒരു പക്ഷി. ഇതോ ഇപ്പുറത്ത് നിന്ന് മരയന്നങ്ങൾ വെള്ളത്തിൽ കുളിക്കുന്നു. അപ്പുറത്താരാ കാണുന്നത്, ഉടുമ്പാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഇങ്ങനെ പലതും അറിയാത്ത പേരൊക്കെ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കാം, എനിക്കറിയില്ല അതിൻ്റെ പേരൊന്നും. അങ്ങനെ അതേ നമ്മൾ ഓടിപ്പോയി എല്ലാ പക്ഷികളെയും കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഒരു കഴുതക്കുട്ടൻ്റെ അടുത്താണ്. അതാണെങ്കിലോ പാവം പിടിച്ച് നിൽക്കുന്നത്. അപ്പുറത്ത് നോക്കുമ്പോൾ ഒരു കുഞ്ഞു പശു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേണ്ടിക്കൊന്ന് സ്റ്റക്ക് ചെയ്ത് വെക്കാം. എനിക്കത് വായിച്ചുകൊണ്ട് നിൽക്കാനുള്ള നേരമില്ല, നിങ്ങളിരുന്ന് വായിച്ചോ. ഞാൻ സ്റ്റക്ക് ചെയ്ത് വെച്ച ഭാഗത്ത് നിന്ന് അങ്ങനെ പശുവിനെ കണ്ടതോ. അപ്പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര മുടിയൊക്കെ ഉള്ള ഒരു കുതിര. അതിൻ്റെ വാല് നോക്കിയേ, എത്രയാ മുടിയെന്ന്. അതിൻ്റെ അപ്പുറത്തുണ്ട് ഓസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷി. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഒട്ടകം നേരത്തെ നിൽക്കുന്നുണ്ടായിരുന്നു. അതെന്തിനാ ഒട്ടക പക്ഷിയുടെ അടുത്ത് തന്നെ കൊണ്ട് കടത്തിയത്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെയും ആ സാധനത്തിൻ്റെ ഉള്ളിൽ എന്തോ സാധനം ഉണ്ട് കേട്ടോ, ആ കൂട്ടിനുള്ളിൽ. പിന്നെ ഒരു കുതിരേനെ കണ്ട്. പിന്നെ യമു ഉണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ കാണാതെ കൊണ്ട് ഭയങ്കര ഒരു അതെന്നമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബേക്കേ വന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ ഒന്നിനും കാണാൻ സമ്മതിക്കുന്നില്ല. പിന്നെ ഒരു സൈഡ് ഫുൾ ആടിൻ്റെ സെക്ഷനായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഇവന്മാരെ കാണാനാണ്. കാണുന്നില്ലേ നിങ്ങളും? ആദ്യം ഇവരെയൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കലുണ്ടായിരുന്നു, ഇപ്പോൾ ഇവരെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയതാണ് ഫോട്ടോ സെക്ഷനിലേക്ക്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കൂപ്പൺ കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ മാത്രമേ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ റംസാൻ ഒരു പേടിയില്ലാതെ പാമ്പിനെയൊക്കെ കഴുത്തിലിട്ടിട്ട് ഫോട്ടോ എടുത്താൽ അവന് വേഗം പാമ്പിനെ ഇടണം, എനിക്ക് ഫോട്ടോ എടുക്കണം, ആ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മാമിക്കായും പാമ്പിനെ കഴുത്തിലിട്ടിട്ടുണ്ടായിരുന്നു. മാമിക്കാൻ്റെ മേത്തൂടി അതിങ്ങനെ ഇരിഞ്ഞിട്ടെല്ലാം പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ നോക്കുന്നത് ഇഴയുന്ന കണ്ടിട്ടാണ്. അത് കഴിഞ്ഞ് എൻ്റെ അപ്പൂസ് വന്നിട്ട് ഈ ഒരു തത്ത എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തത്ത എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ നിന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും തത്തേൻ്റെ കൂടെയായിരുന്നു താല്പര്യം. അൻസിറാൻ്റെ മുഖത്ത് പേടിയുണ്ട് എന്നുള്ളത് അവൾ കാണിക്കുന്നേ ഇല്ല. ഉമ്മാക്ക് പിന്നെ പേടി തീരെയില്ല. എൻ്റെ ഉമ്മ പറഞ്ഞ് ഞാൻ എടുക്കുന്നേ ഇല്ല, എന്നെ കൊത്തും. അത്രയും നേരം വരെ ഒരാളെ കൊത്താത്ത തത്ത ഉമ്മ എടുത്തപ്പോഴത്തേക്ക് ഉമ്മാരെ തലയിൽ പോയി ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പേടി ഉമ്മയുടെ മുഖത്ത് നിങ്ങൾ കാണുന്നില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ നടന്നത് അടുത്ത സ്ഥലത്തേക്കാണ്. അവിടെ ഫുള്ളുള്ളത് ഡോഗ്സിൻ്റെ ഒരു സെക്ഷനായിരുന്നു. ഒരുപാട് വെറൈറ്റി ഐറ്റംസിലുള്ള ഡോഗ്സ് ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നേ, റംസാനാണെങ്കിൽ, അതായത് എൻ്റെ ആളെ നേരത്തെ പാമ്പിനെ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അവൻ പാമ്പിനെയും തലയിലിട്ടിട്ട് പിന്നെ അവനെ ഞാൻ കണ്ടില്ല. നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന്. പിന്നെ അവനെ ആ സ്ഥലത്ത് എവിടെ നോക്കിയിട്ട് അവനെ കാണാനുണ്ടായിരുന്നില്ല, ആരെയും വിളിച്ചിട്ടും കാണുന്നില്ല. അതിനു മുന്നേ നമ്മൾ കുറച്ച് പേരിൽ വന്നവരിൽ കുറച്ച് പേര് മാത്രമേ പെറ്റ് സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി കുറച്ച് പേര് അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കടലിലെ ബീച്ചിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവൻ എന്ത് ചെയ്തു, നേരെ വന്നിട്ട് ഫ്രണ്ടിൽ കൂടി അങ്ങ് പുറത്തിറങ്ങി അവരെ കൂടെ അങ്ങ് ബീച്ചിലേക്ക് പോയി. റംസാനെ കാണാനില്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. നേരെ ഓപ്പോസിറ്റ് റോഡും ബീച്ചും ആയതുകൊണ്ട് എങ്ങോട്ടേക്ക് പോകുമെന്ന് അറിയാത്തതുകൊണ്ട് പിന്നെ ആൾക്കാരെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവരെ കൂടെ അവനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ബാക്കിയുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതാണ് ഞാൻ ഈ സംഭവം ഇവിടെ പറയാൻ വന്നത്. പിന്നെ പെറ്റ് സ്റ്റേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു ഫിഷിന് ഫുഡ് കൊടുക്കുന്നത്. ഈ ഫുഡ് നമുക്ക് എന്താ പറയേണ്ടത്,
ടിക്കറ്റ് എടുക്കുമല്ലോ, ആ സമയത്ത് തന്നെ നമ്മളെ കൈ തരും. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഫിഷിന് കയറി വരുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. ആ കയറി വരുന്ന സമയത്ത് തന്നെ നമ്മൾ, അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കുറച്ച് ഫിഷിനെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആ ഫുഡ് കൊടുത്താൽ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇവർക്കൊന്നും കൊടുക്കാൻ നമ്മളെ കയ്യിൽ ഫുഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. പുറത്തുനിന്ന് വരുമ്പോഴേ പുറത്തുള്ള മീനിന് ഫുഡ് കൊടുക്കരുത്. അകത്ത് കയറിയാൽ നമുക്ക് ഒരുപാട് എണ്ണത്തിനെ കയ്യിലെടുക്കാൻ പറ്റും. കയ്യിലെടുക്കരുത് കേട്ടോ. കയ്യിലെടുത്താൽ അതില്ലാതായിപ്പോൾ, അതില്ലാതാവുന്നല്ല, അത് ചത്തുപോകും. ഇങ്ങനെ കയ്യിൽ നമ്മൾ ഫുഡ് വെച്ചിട്ട് കൈ താത്തി വെച്ച് കൊടുക്കാനേ പാടുള്ളൂ. അങ്ങനെ ഫുഡിനല്ല മീന് ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. അടുത്ത് വന്നത് വീണ്ടും കുറച്ച് പക്ഷികളാണ്. പക്ഷികളെന്ന് പറയുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന പ്രാവ് ഐറ്റംസ് അങ്ങനത്തെ കുറേ എണ്ണമാണ്. അത് കഴിഞ്ഞത് ആ തൊലിയില്ലാത്തൊരു പൂച്ച ഇരിക്കുന്നു, തുണിയെ കഴിച്ചിട്ട പോലെ. പിന്നെ അത് അയ്യോ ഇതെന്തൊരു ഇങ്ങനെ കിടക്കണ പട്ടിയാണത്, പട്ടി നായി. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് പൂച്ച. എനിക്ക് പൂച്ചകളെ ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിൻ്റെ അടുത്ത് അധികം നേരം നിന്നില്ല. അത് കഴിഞ്ഞിട്ട് വന്നത് ഫിഷിൻ്റെ അടുത്തേക്കാണ്. നല്ല വെറൈറ്റി ഐറ്റം സാധനം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഈ ഒരു വെള്ള സാധനം കണ്ട, അതിൻ്റെ പേരറിയാമെങ്കിലൊന്നും പറയണം, എനിക്ക് അറിഞ്ഞൂടാ. ആ സാധനം ഇങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയതെന്ന്, അത് ഇളകുന്നത് കാണാൻ വേണ്ടി. വീഡിയോയിൽ എന്തോ കാണാത്തതെന്തോ ചെറിയ രീതിക്ക് കാണുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അതിനകത്തുള്ള ആ ഒരു വെള്ള പൂ പോലത്തെ സാധനം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും നമ്മളിതാ ഇങ്ങനെ നടക്കുമ്പോൾ അണ്ണാൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട എന്തോ സാധനമാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ചാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് 2 കോഴിയുണ്ട്. താഴെ കണ്ട കുഞ്ഞിക്കോഴി, അതിന് കുറേ മുട്ടയുണ്ട് അതിൻ്റെ പാത്രത്തിൽ. ഇതാ ഇപ്പുറത്ത് പാമ്പുകൾ വെച്ചിട്ടുണ്ട്. ആദ്യം ഈ ഒരു പാമ്പിനെയൊക്കെ മേത്ത് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനെ കൊണ്ടുവന്ന് കൂട്ടിലിട്ട് അടച്ച് വെച്ചിരിക്കുന്നത്. അത് ഈ വെള്ളപ്പാമ്പുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വരുമ്പോണ്ട് കുറേ എലികൾ. ഇതിനെപ്പോഴും പ്രസവിക്കൽ തന്നെയാണ് ജോലിയും തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതേപോലെ കുട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം വന്നപ്പോഴും ഇത് തന്നെ കാണുന്നത്. എല്ലാത്തിലും കുട്ടികളുണ്ട് ഇഷ്ടം പോലെ. എലി ആയതുകൊണ്ട് എനിക്ക് പണ്ടേ പൂച്ചനെയും എലീനെയും ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്നത് മുയലിൻ്റെ ഒരു സെക്ഷനിലേക്കാണ്. അതാ കണ്ട ഒരു ആമ, അതൊരു കുഞ്ഞ് ആമയാണ്, പക്ഷെ നന്നായിട്ട് ചലിക്കുന്നുണ്ട്. പിന്നെ ജീവനുള്ളത് ചലിക്കാതിരിക്കുമല്ലേ. അത് കഴിഞ്ഞ് പിന്നെയും വരുന്നത് നമ്മളിത് ഇതുപോലത്തുള്ള കുറച്ച് സ്ഥലത്തൂടെയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് കയറിയ വലിയൊരു ഗുഹൻ്റെ ഉള്ളിൽ കയറിയിട്ട് നടക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാവും. കാരണം 4 സൈഡിൽ വെള്ളച്ചാട്ടവും പിന്നെ ഇങ്ങനെ കണ്ടില്ലേ പാറക്കെട്ടുകളൊക്കെ വെച്ചിട്ട് ഒരു ഗുഹ, ഒരു കാട്ടിൻ്റെ ഉള്ളിലെല്ലാം കയറിയാലുണ്ടാകുന്ന ഒരു ഫീലാണ് ഈ ഒരു പെറ്റ് സ്റ്റേഷൻ്റെ അകത്തുകൂടി കയറിയാൽ നമുക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ അതിനകത്തുനിന്ന് ഓരോരോ ജീവികളെയും ഓരോരോ സാധനത്തിനെയും കണ്ട് നമ്മളിതായി ഇടവഴിയിൽ കൂടെയൊക്കെ നടന്ന് വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് തിരിയുന്നില്ലേ, ഗുഹൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന ഒരു ഫീല് തോന്നില്ലേ. അതിൻ്റെ സൈഡിലൊക്കെ പിന്നെയും കുറച്ച് ഫിഷിനെയൊക്കെ ഇട്ടിട്ടുണ്ട് കാണുന്ന വഴിക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അതിലേക്ക് കൂടി നടന്ന് നമ്മൾ ഏതോ ഒരു ലോകത്തേക്കാണ് അടുത്ത് ചെന്നെത്തുന്നത്. അതായത് ഇതുവരെ നമ്മൾ വന്നത് ഒരു ഗുഹൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ, പുറത്ത് വന്ന് നോക്കുമ്പോഴത്തേക്ക് വിശാലമായ ഒരു ഷോറൂമിലേക്കാണ് എത്തുന്നത്. ഇവിടെ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. കുറേ മിനിയേച്ചർ ഐറ്റംസ് ആണുള്ളത്. അങ്ങനെ അതൊക്കെ കണ്ട് നേരെ പുറത്തിറങ്ങി. പിന്നെ ഞാൻ പറയാൻ വിട്ടേ 150 രൂപ ടിക്കറ്റിന് റേറ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണാം.